ആദ്യം ഞാൻ ശ്രീഹരിയിലേക്ക് പോവുകയാണ്. ശ്രീഹരി, ഇന്ന് നിങ്ങൾ സംഘടിപ്പിച്ച പരിപാടി നാഷണൽ യൂത്ത് ഡേ സെലിബ്രേഷൻ കമ്മിറ്റി, അത് RSSന്റെ ഒരു സംഘടനയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് നെഹ്റു യുവകേന്ദ്രയുമായി സഹകരിച്ചിട്ടുള്ള പരിപാടിയാണ്. ഖേലോ ഇന്ത്യ എന്ന പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരിപാടി കൂടി. അപ്പോൾ വിവിധ കോളേജുകളിൽ നിന്ന് ഉള്ള പ്രതിനിധികൾ പരിപാടിയിൽ സമ്മാനം സ്വീകരിക്കാനായി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പല ക്യാമ്പസുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലേ, സത്യമല്ലേ ശ്രീഹരി? ഇതില് ചില ധാരണാപിശകുകളുണ്ട്, അത് ഞാൻ വ്യക്തമാക്കാം. അല്ല, ഞാൻ നാഷണൽ യൂത്ത് ഡേ സെലിബ്രേഷൻ കമ്മിറ്റി എന്നുള്ള പേരിൽ സ്വാമി പരിപാടിയുടെ സംഘാടനം പ്രോഗ്രാമായി ബന്ധപ്പെട്ട് തന്നെയാണ് പറയുന്നത്. NYCC എന്നുള്ള പ്ലാറ്റ്ഫോമിൽ പരിപാടിയുടെ സംഘാടനം NYCC എന്ന് പറയുന്ന കോഴിക്കോട്ടുള്ള യുവാക്കളായിട്ടുള്ള ആളുകളുടെ സംഘാടനത്തിലാണ് പ്രോഗ്രാം നടത്തിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടിട്ട് ഖേലോ ഭാരത് എന്നുള്ള കായിക മേഖലയുള്ള ഓർഗനൈസേഷൻ, അതേപോലെ നെഹ്റു യുവകേന്ദ്ര തുടങ്ങിയ സംഘടനകൾ ഇതുമായി സഹകരിച്ചിട്ടുണ്ട്. തപസ്യ കലാസാഹിത്യവേദി പോലെയുള്ള സംഘടനകൾ ഇതുമായി സഹകരിച്ചിട്ടുണ്ട്. ഈ ജനുവരി 12 ആരംഭിച്ച പ്രോഗ്രാം അന്ന് കൂട്ടയോട്ടത്തോടുകൂടി ആരംഭിച്ചതാണ് കോഴിക്കോട് ബീച്ചിൽ. മുൻ വോളിബോൾ ക്യാപ്റ്റനായിട്ടുള്ള വിപിൻ M. ജോർജ് ആണ് അന്ന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. അതിനുശേഷം നിരവധിയായിട്ടുള്ള ക്യാമ്പസുകളിൽ പ്രോഗ്രാമുകൾ നടക്കുകയുണ്ടായി. അതിൻ്റെ സമാപന പരിപാടി എന്നുള്ള നിലയ്ക്കാണ് ഇന്ന് യൂത്ത് കോൺക്ലേവ് ഫെബ്രുവരി 3 ഇവിടെ കോഴിക്കോട് വെച്ചിട്ട് നടന്നിട്ടുള്ളത്. അതിൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട സാംസ്കാരിക വിദേശകാര്യ സഹമന്ത്രി മീനാക്ഷി ലേഖി അവർ ഇന്ന് പങ്കെടുത്തിട്ടുള്ളത്. ആ പ്രോഗ്രാമിനകത്ത് നിരവധിയായിട്ടുള്ള കോഴിക്കോട് ജില്ലയിലെ പല ക്യാമ്പസുകളിൽ നിന്നും പല മേഖലയിൽപ്പെട്ട വിദ്യാർത്ഥികൾ പങ്കെടുത്തിട്ടുണ്ട്. പല ആളുകൾക്കുള്ള ആദരവ് ആ പ്രോഗ്രാമിൽ വെച്ച് നടത്തുകയടക്കം അവർക്കുള്ള അനുമോദനങ്ങൾ അടക്കം നടത്തുകയുണ്ടായി. അങ്ങനെ ആ പ്രോഗ്രാമിനകത്ത് നെഹ്റു കേന്ദ്രയുടെ കോർഡിനേറ്റർ ഉണ്ടായിരുന്നു, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകരുണ്ടായിരുന്നു. ഇങ്ങനെ മുഴുവനായിട്ടുള്ള ആളുകൾ ആ പ്രോഗ്രാമിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. അത് സംഘപരിവാർ പ്രോഗ്രാം എന്നുള്ളത് നിങ്ങളുടെ കണ്ടെത്തലാണ്. അല്ലെങ്കിൽ ആ നമ്മളീ പറഞ്ഞ പോലെ കോഴിക്കോട് ജില്ലയിലെ പല ക്യാമ്പസുകളിലായിട്ട് പ്രോഗ്രാം ഇതിന്റെ NYCCയുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു. ഇന്ന് അവിടെ നടന്നിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുദ്രാവാക്യമാണ് ഭാരത് മാതാ കി ജയ് എന്നുള്ളത് ഭാരതീയരുടെ, ഇന്ത്യക്കാരുടെ മുഴുവൻ ആളുകളുടെയും മുദ്രാവാക്യമാണ്. അങ്ങനെ ഒരു മുദ്രാവാക്യം ഇല്ല ഇന്ത്യക്ക്. ഇവിടെ സ്വാതന്ത്ര്യം നേടി തന്ന സമയത്ത് ഇവിടുത്തെ സ്വാതന്ത്ര്യ സമര സേനാനികൾ വിളിച്ചിട്ടുള്ളതാണ്. ഇവിടെ ദേശീയഗാനം ആലപിക്കാം. ഈ ഭാരത് മാതാ കി ജയ് എന്നൊരു മുദ്രാവാക്യം ഇന്ത്യയുടേതായില്ല. RSSന് അങ്ങനെ ഒരു മുദ്രാവാക്യം ഉണ്ടാകാം. അങ്ങനെ ഒരു മുദ്രാവാക്യം അവിടെ മന്ത്രിക്ക് വിളിക്കാം, അതൊരു കുഴപ്പമില്ല. അത് ഏറ്റു വിളിക്കണം എന്നുള്ള നിർബന്ധിത സാഹചര്യം ഈ രാജ്യത്തില്ലല്ലോ. അങ്ങനെ ഒരു പരിപാടി ആ രൂപത്തിൽ എങ്ങനെയാണ് സംഭവിച്ചത്? അത് ഞാൻ മനസ്സിലാക്കുന്നത് മന്ത്രി കൈകെട്ടി നിന്ന ഒരു അധ്യാപികയോടാണ്. നിങ്ങൾ ഈ പരിപാടിയിൽ താല്പര്യമില്ലെങ്കിൽ, നിങ്ങൾക്ക് ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കാൻ പറ്റില്ലെങ്കിൽ പരിപാടിയിൽ നിന്ന് പോകണം എന്ന് പറഞ്ഞത് ഒരു അധ്യാപികയോടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്കൊരു മന്ത്രിക്കെതിരെ പറയാനൊന്നും ധൈര്യമില്ലാത്തതുകൊണ്ടാണ് അവർ പ്രതികരിക്കാത്തത്. നിങ്ങൾ എങ്ങനെയാണ് ഇത്തരത്തിൽ വാർത്തകളെ വളച്ചൊടിക്കുന്നത്? കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കേരളത്തിലെ മാധ്യമപ്രവർത്തനം എന്താണെന്ന് അറിയാത്ത രീതിയിൽ ഒരു അധ്യാപികയാണെന്ന് നിങ്ങൾ എങ്ങനെയാണ് അവിടെ പറഞ്ഞു കൊടുക്കുന്നത്? അതിനകത്തുള്ള പല ആളുകൾ, ഞാനും പറയട്ടെ, ഞാൻ ആ പ്രോഗ്രാമിൽ ഉണ്ടായതാണല്ലോ. നിങ്ങൾ കൃത്യമായിട്ട് ഈ മീനാക്ഷി ലേഖി പങ്കെടുത്തു എന്നുള്ളത് കൊണ്ട് ഇതൊരു സംഘപരിവാർ പരിപാടിയല്ല. ഇവിടെ കോഴിക്കോട് ജില്ലയിലെ പല യുവാക്കളായിട്ടുള്ള ആളുകൾ അവിടെ പങ്കെടുത്തിട്ടുണ്ട്. അവിടെ ഞാൻ പറയട്ടെ, ഞാൻ സംസാരിക്കുകയാണല്ലോ. അപ്പോൾ അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ മന്ത്രിയുടെ പ്രസംഗം ഏകദേശം 40 മിനിറ്റ് നീണ്ടു നിന്ന പ്രസംഗം അവസാനത്തോടടുക്കുന്ന സമയത്ത്, മന്ത്രി പ്രസംഗം അവസാനിപ്പിക്കുന്ന സമയത്ത് ഭാരത് മാതാ കി ജയ് വിളിച്ചു. ആ സമയത്ത് അവിടെ പല ആളുകളും, അല്ലെങ്കിൽ പ്രസംഗത്തിൽ ശ്രദ്ധിക്കാതിരുന്ന ആളുകളും മുദ്രാവാക്യം വിളിച്ചില്ല. ഇത് കണ്ട് രാജ്യത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി പങ്കെടുക്കുന്ന ആളുകളോട് ഭാരത് മാതാ കി ജയ് വിളിക്കാൻ പറഞ്ഞ സമയത്ത് അതിലെന്തിനാണ് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്ക് ഇത്ര അസഹിഷ്ണുത? അതിനുശേഷം നിങ്ങൾ ഈ പറഞ്ഞ അധ്യാപികർക്ക് പേടി കൊണ്ടാണെന്ന് കള്ളം പറയരുത്. ആ പ്രോഗ്രാം സംഘടിപ്പിച്ചാണ്. അതിനുശേഷം കേരളത്തിലെ പല മാധ്യമ പ്രവർത്തകർ അവിടെ വന്നു. ആ പ്രോഗ്രാം നടന്ന ഹാളിനകത്ത് വന്നിട്ട് ഈ അധ്യാപികയെ കാണാൻ വേണ്ടി ശ്രമിച്ചു. അവർക്ക് ഒരു വിവാദത്തിന് താല്പര്യമില്ലാത്തതുകൊണ്ട് അവർ അങ്ങനെ ഒന്നും തന്നെ ഉദ്ദേശിച്ചില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.